ആത്മാവിനിൽ പ്രകാശിപ്പിച്ചൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ തിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ആമേൻ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. എടുത്ത ഒരാൾ ശക്തമായി ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു വരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുവാതിരത്തിൽ കടന്നു വരികയാണ്. സ്വർഗ്ഗം തന്നെ സിംഹാസനം, ഭൂമി കർത്താവിൻ്റെ പാദപീഠം. വായിച്ച തിരുവെഴുത്ത് അങ്ങയുടേത്. കർത്താവ് ഏത് ആത്മാവിൽ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷ ചെയ്യുവാനത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് തന്നെ ആമേൻ ലോകരാജ്യങ്ങളിൽ വിവിധ ആമേൻ പ്രൈസ് ദി ലോർഡ് ആ രാജ്യങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. തിരുവെഴുത്തിൻ്റെ മാർമിക സത്യങ്ങളെ വെളിപ്പെടുത്തുമാറാകണം. കർത്താവെ, മാനുഷ്യമായല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ തന്നെ ഓരോ ജനത്തോടും ദൈവം സംസാരിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ കൃപ കൊണ്ട് പൊതിയണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അടിയനെ താഴ്ത്തുന്നു, കൃപ കൊണ്ട് മറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എപ്പോഴും സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ പകല് മുഴുവൻ സൂക്ഷിച്ച ദൈവമല്ലേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂടെ ഇരുന്നില്ലേ? ഏതെങ്കിലും ഒരു ആവശ്യം ആമേൻ മുടങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ കൃപയിൽ നമുക്കെല്ലാം തന്നില്ലേ? ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ജീവവായു തന്ന ദൈവത്തിന് ആമേൻ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാം കർത്താവ് നമുക്ക് തരുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വായിച്ച് കേട്ട തിരുവെഴുത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 12 ഗോത്രങ്ങൾ ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബിൽ കൂടി ഈ ലേഖനം 5 അധ്യായങ്ങൾ എഴുതപ്പിടിപ്പിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രത്തിനും വന്ദനം. പ്രൈസ് ദി ലോർഡ്. വിട്ടുകളഞ്ഞില്ല. കാരണം ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ യാക്കോബിൻ്റെ അനുഗ്രഹം മുതൽ തലമുറകളെ ഒന്നൊന്നായി മാറ്റി നിർത്തി എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ കലവറയ്ക്കകത്ത് നിന്നുകൊണ്ട് ആമേ പഴയ നിയമത്തിൽ ഇവർക്കൊന്നും നിൽക്കാൻ കഴിയാതെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ 12 ഗോത്രത്തെയും ചിതറിപ്പോയവരെയൊക്കെ എടുത്ത് യാക്കോബ് വന്ദനം പറയുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചിതറിപ്പാർത്ത് കിടക്കുക. ആത്മീയനെന്ന് പറഞ്ഞാലും ആമേൻ സ്തോത്രം ഞാൻ ഇത്രയും ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നതായി ആമേ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒത്തിരി പേര് ചിതറിക്കിടപ്പുണ്ട്. ആമേൻ. ഒത്തിരി പട്ടണങ്ങൾ, ഒത്തിരി രാജ്യങ്ങൾ, ഒത്തിരി കാര്യാദികൾ നിറവേറാൻ ഇനിയും കിടപ്പുണ്ട്. ദൂതുകൾ, വാഴ്ത്തത്വങ്ങൾ. ഇതെങ്ങനെ എപ്പോഴാണ് നിറവേറുന്നേ? കർത്താവിൻ്റെ വരവിന് ശേഷമാണോ? നോ, കർത്താവിൻ്റെ വരവിന് മുൻപ്. ഇതെല്ലാം ഈ ഒരു ആയുസ്സിൽ നമുക്ക് നിറവേറ്റി തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. കർത്താവ് ഒരിക്കലും കഴിയാത്ത കാര്യം ഒന്നും പറയാറില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കിക്കേ, ആ 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആമേൻ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രമല്ല, 12 ഗോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 12 ഗോത്രം എന്താ? ഒന്നിനോടൊന്ന് യോജിക്കാതെ ചിതറിക്കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനോടൊന്ന് ആമേൻ യോജിച്ചു വരാൻ അവർ ആഗ്രഹിച്ചിട്ടും
കഴിയാതെ അവർ ചിതറിപ്പോയി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന എൻ്റെ ജനം, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, അവരെന്താണ്? തനിച്ചു പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തനിച്ചു പാർക്കുന്ന ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ അധ്വാനിക്കുന്നു, അവർ ഭക്ഷിക്കുന്നു, അവർ പാനം ചെയ്യുന്നു, അവർ അവരുടെ ജീവിതത്തെ എന്തൊക്കെയോ നിലയിൽ കെട്ടി ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ ദൈവത്തുമ്പിൽ അർപ്പിക്കേണ്ട യാഗങ്ങളും അർപ്പണങ്ങളും അർപ്പിക്കാതെ ദൈവസന്നിധി ചിതറിപ്പോയി കിടക്കുക. സ്തോത്രം. ഇവരെ ഒന്ന് യോജിപ്പിക്കാൻ പാടുപെടുകയാണ് അപ്പോസ്തലന്മാർ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി മടങ്ങി വരേണ്ട സമയമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എക്കാലത്തും മാറ്റി നിർത്തുന്ന ദൈവമല്ല. ഇന്ന് രാത്രി എക്കാലത്തും മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കേണ്ട യാഗങ്ങളും അർപ്പിക്കേണ്ട സ്തോത്രം അർപ്പണങ്ങളും ഈ നാളുകളിൽ അർപ്പിച്ച് മുൻപിലോട്ട് പോകണമെന്നാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗ്യവാന്റെ പദവി അവിടെ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദുഃഖിക്കുന്നവർ ആരാ? നിസ്സാരക്കാരാണോ? വേദോസ്തം എന്താ പറയുന്നത്? യേശു എന്താ പറയുന്നത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ആമേൻ. ഈ ദുഃഖവും കണ്ണുനീരും ഒരു ദിവസം സന്തോഷമായി പരിണമിക്കുന്ന ഒരു സുദിനമുണ്ട്. ഹല്ലേലൂയ. അത് കർത്താവ് നമുക്ക് തന്ന ആയുസ്സിനകത്ത് അത് നിറവേറ്റിയിട്ടേ നമ്മളെ ഈ ഭൂപരപ്പിന്ന് ദൈവം കർത്താവ് നിശ്ചയിക്കുന്ന നിലയിൽ നമ്മെ ഇവിടെ നിന്ന് മാറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും കർത്താവ് പറഞ്ഞ വാഴ്ത്തത്വം നിറവേറാതെ ഈ ഭൂപരപ്പിൽ കണ്ണുകൾ ചിമ്മി അടയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദുഃഖമുണ്ടെങ്കിൽ അത് എന്താണെന്നറിയാമോ? ഭാഗ്യമാണ്. കരയാൻ എത്രത്തോളം കരയാൻ പറ്റുമോ അത്രത്തോളം കരയും. ഇവിടെ എന്താ വായിച്ചത്? സങ്കടപ്പെട്ടു. എന്താണ്? ദുഃഖിച്ചു കരയുവീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സന്തോഷം വിഷാദമായും തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. എത്രത്തോളം ദൈവസന്നിധിയിൽ കരയുമോ അത്രത്തോളം ദൈവസന്നിധിയിൽ ചിരിക്കുമോ. ആമേൻ. എപ്പോഴും ചിലർ പറയാറുണ്ട്, എത്ര നീ ചിരിച്ചോ കുഴപ്പമില്ല, നീ എത്രത്തോളം ചിരിക്കുവോ അത്രത്തോളം ചിരിച്ചോ, ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ഒരു കണ്ണുനീര് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവാത്മാവിൽ ശ്രദ്ധിക്കണമേ, നമ്മൾ ഇരിക്കുന്നത് ആരറിയുന്നറിയാമോ? ദൈവം അറിയുന്നു. പറഞ്ഞേ, നമ്മൾ ഇരിക്കുന്നത് ദൈവം അറിയുന്നു. നമ്മൾ എഴുന്നേൽക്കുന്നത് ദൈവം അറിയുന്നു. സ്തോത്രം. ആമേൻ. നമ്മൾ കിടക്കുന്നത് ദൈവം അറിയുന്നു. നമ്മുടെ നടപ്പ് ദൈവം അറിയുന്നു. ആമേൻ. നമ്മുടെ സംസാരങ്ങൾ ദൈവം അറിയുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ ദൈവം അറിയുന്നു. കാരണം നമ്മൾ രക്ഷിക്കപ്പെടാത്തവരല്ല, നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പിതാക്കന്മാരിപ്പുണ്ട്, മാതാക്കന്മാരിപ്പുണ്ട്. നിങ്ങളുടെ തലമുറ എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത പിതാക്കന്മാരോ മാതാക്കന്മാരോ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്കറിയാം. വേറെ ആർക്കും അറിഞ്ഞില്ലെങ്കിലും സ്വന്തം പിതാവിന് അതറിയാം. അങ്ങനെയെങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ, തൻ്റെ തലമുറകളെ അറിയാത്ത ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. നിന്റെ ഹൃദയത്തിൽ ഒരു വേദന വരുമ്പോൾ ആരറിയുന്നതിനേക്കാളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. നിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് പൊടിയുമ്പോൾ ആരറിയുന്നതിനേക്കാളും നേരത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഒന്ന് ചഞ്ചലിക്കുമ്പോൾ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. അത് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. നിന്റെ വാക്കുകൾ സ്തോത്രത്തോടെ ദൈവത്തിൽ അർപ്പിക്ക. ആമേൻ. നിന്റെ ആരാധനകൾ തീ പോലെ ഉയരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 10ാമത്തെ വാക്യം പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോ ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ വീടൊക്കെ ഉയരങ്ങളിരിക്കുന്ന വീടാ, എനിക്കറിയാം, ഉയരങ്ങളിരിക്കുന്ന വീടാ. ആമേൻ. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെ വെള്ളം ആമേൻ സ്തോത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ താഴുകൊട്ട് മാത്രമേ പോകത്തുള്ളൂ, കാരണം ഇത് ഉയർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ 12 ഗോത്രത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ ആമേൻ, ഒരു തുരുത്തി വെള്ളവും ആമേൻ ഒരു കഷണം അടയും കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ആമേൻ ഇസ്മായിലിനെയും സ്വന്തം മാതാവായിരിക്കുന്ന ഹാഗറിനെയും. സ്തോത്രം. തോളിൽ കിടക്കുന്ന ചോര കുഞ്ഞിനെ കണ്ട് സ്വർഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം അവന്റെ തോളിൽ കൈവച്ചിട്ട് പേരിട്ടത് അടുത്ത് വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളല്ല. യഹോവയായ ദൈവം അവന് പേരിട്ടു ഇസ്മായേൽ. ഹല്ലേലൂയ. ഇവരിൽ നിന്ന് ഗോത്രപിതാക്കന്മാർ പുറത്തു വരും. ഇവൻ ആർക്കും കീഴ്പ്പെടാത്തവനായിരിക്കും. അനീതിക്ക് ഒട്ടുമേലേശാത്ത ഒരുത്തൻ, കാട്ടുകഴുതയ്ക്ക് തുല്യമുള്ള ശരീരമുള്ളവൻ. ആമേൻ. അവനെ കണ്ട് രാജ്യങ്ങൾ ഭയപ്പെടും, രാജാക്കന്മാരുടെ മുട്ടുകൾ വിറയ്ക്കും. അവനോട് നേർക്കുന്ന് സംസാരിപ്പാൻ ഒരുത്തൻ പോലും കാണത്തില്ല. ആമേൻ. അങ്ങനെ ഒരു ദൂതം കൊടുത്ത് ആമേൻ ബെർശേബ മരുഭൂമിക്കകത്ത് മരണം കാത്തു കിടക്കുന്ന മാതാവിനോട് ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ഹേ മാതാവേ, നിന്റെ ഉദരത്തിൽ ഇവൻ ഉരുവാകും മുൻപേ ആമേൻ പ്രൈസ് ദി ലോർഡ് ഇവന് ആവശ്യമായത് ഇവൻ എവിടെ വളരണം, നിന്റെ കണ്ണിൽ നിന്ന് എത്ര നാഴി കണ്ണുനീർ പുറത്തു വരണം, നീ എത്രത്തോളം വിഷാദിക്കുമെന്നും വേദനിക്കുമെന്നും വേറെ ആരെക്കാളും എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരാണോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി കരയുന്നവരാണോ? അല്ലയോ നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കരയുന്നവരാണോ? ഇന്ന് രാത്രി രണ്ടും രണ്ട് വിഷയമാ. തലമുറയ്ക്ക് വേണ്ടി കരയുമ്പോൾ അത് വേറൊരു ലെവലാ, വിഷയങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ അത് അടുത്ത് വേറൊരു ലെവലാണ്. ഇന്ന് രാത്രി ഭൗതികത്തിന് വേണ്ടിയാണോ കരയുന്നത്? അല്ലയോ ആത്മീയത്തിന് വേണ്ടിയാണോ കരയുന്നത്? അല്ലയോ ജീവന് വേണ്ടിയാണോ കരയുന്നത്? ഇന്ന് രാത്രി ആ ജീവന്റെ തുടിപ്പ് മാറണമോ മാറണ്ടയോ എന്ന് ഹാഗറിന്റെ ഉദരത്തിൽ ഉരുവാകും മുൻപേ അബ്രഹാമിന്റെ ഭാര്യ സാറ ദാസിയോട് അടുത്ത് പോകാൻ പറഞ്ഞതിന് മുൻപേ അവളുടെ ഉദരത്തിൽ നോക്കി സംസാരിച്ച് മാർക്കിട്ട് വാഴ്ത്തത്തം ചെയ്ത ഒരു സ്വർഗം ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആമേൻ. നിലവുകളെയും ഉത്ഭൂമികളെയും ആരാഞ്ഞറിയുന്ന ഒരു സ്വർഗമുണ്ട്. തലമുറ പിണഞ്ഞു വീണ് മരിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ സ്വർഗം സർവശക്തന. ഹല്ലേലൂയ. എത്രത്തോളം കരഞ്ഞോ അത്രത്തോളം വാഴ്ത്തത്തം കൂടി എന്ന് പറ. ഹല്ലേലൂയ. അത്രത്തോളം വാഴ്ത്തത്തം കൂടി. എത്രത്തോളം കരഞ്ഞുവോ അത്രത്തോളം ആമേൻ ഹല്ലേലൂയ സാമ്പത്തികപരമായും രാജപരമായും പ്രൈസ് പരമായും ഇസ്മായേലിനെ വളർത്തുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കണ്ണീരിന്റെ മുൻപിൽ മരണം ഓടി മറയും. കണ്ണീരിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ ഓടും. കണ്ണീരിന്റെ മുൻപിൽ വേദനകൾ ഓടിമറയും. കണ്ണീരിന്റെ മുമ്പിൽ ദുഷ്ടൻ താളടിയാകും. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ കണ്ട കണ്ണുനീർ വെറുതെ അല്ല, നിന്റെ കണ്ണുനീർ സ്വർഗം കാണുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യൻ പറയട്ടെ കേട്ടോ, മനുഷ്യൻ പറയട്ടെ. ഹല്ലേലൂയ. മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾ മനുഷ്യനോടൊന്നും പറയട്ടെ, ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇനി 1000 ശാപം നിങ്ങൾക്ക് നേരെ ഇട്ടാലും ഉറപ്പായിട്ടൊരു ദൂത് പറയാം, അതൊന്നും പ്രാർത്ഥിക്കുന്നവനെ ബാധിക്കുന്നതല്ല. സ്തോത്രം.
ഹല്ലേലൂയ. അതൊന്നും പ്രാർത്ഥിക്കുന്നവനെ ബാധിക്കുന്നതല്ല. 10,000 ശാപങ്ങളിടട്ടെ, അതൊന്നും അഭിഷേകം പ്രാപിക്കുന്നവനെ ബാധിക്കുന്നതല്ല. ആമേൻ, സ്തോത്രം. കുത്തിയിരുന്ന് കരയട്ടെ, ആമേൻ, അതൊന്നും അഭിഷേകം പ്രാപിക്കുന്നവനെ ബാധിക്കുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ, കുത്തിയിരുന്ന് പല കാര്യങ്ങളും അവർ ചെയ്യട്ടെ, ആമേൻ, അതൊന്നും അഭിഷേകം പ്രാപിച്ചവനോ അഭിഷേകം പ്രാപിച്ചവൾക്കോ നേരിടുന്നതല്ല ഇത്. ഇന്ന് രാത്രി എതിര് പ്രാർത്ഥന പിശാചിനുള്ളതാ. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെ ഏതെങ്കിലും എതിരുകൾ വരുന്നെങ്കിൽ ദൈവം അതിനെ നോക്കുമെന്ന്. ഇന്ന് രാത്രി കരയുന്നവരുടെ മുഖത്ത് സന്തോഷം വരാൻ പോകുന്നു. വിഷാദിച്ചിരിക്കുന്നവരുടെ ഹൃദയതലങ്ങളിൽ ഒരു ആനന്ദത്തിന്റെ ഘോഷം ഇന്ന് രാത്രി പൊട്ടിക്കിളിർക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവിൽ നീ ഇന്ന് രാത്രി പൊട്ടിക്കിളിർക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ശമനപരഗതുനി വൈഡകരഗതനാകര. യേശുവിന്റെ പൈതലേ, ഇന്ന് രാത്രി നിന്നോടാ ദൈവാത്മാവ് പറയുന്നേ. നീ എന്തിനൊക്കെയോ വേദനിച്ചിരിക്കുകയാ. നിന്റെ ചിരി ആമേൻ ദുഃഖമായി തീർന്നിരിക്കുകയാ. സന്തോഷം വിഷാദമായി തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ. എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഉയർത്തും. ഹല്ലേലൂയ. നിന്നെ ഉയർത്തുന്ന ദൈവമാണ് കേട്ടോ. അവൻ നിന്നെ താഴ്ത്തുന്നവനല്ല കേട്ടോ. ആമേൻ, അവൻ നിന്നെ ഉയർത്തുന്നവനാ. അതാണ് സങ്കീർത്തനം പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ആരും ശ്രദ്ധിക്കത്തില്ല. സ്തോത്രം. എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു താഴ്ച വരുമ്പോൾ ആരും കാണത്തില്ല കേട്ടോ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉയരത്തേക്ക് നോക്കി ചെയ്യുക. സ്തോത്രം. ആമേൻ. മനുഷ്യൻ നോക്കി ചെയ്തു കഴിയുമ്പോൾ പരാജയപ്പെട്ടു പോകും, വേദനപ്പെട്ടു പോകും. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, ആമേൻ, നീ കൊടുക്കുന്നത് ഇരട്ടിയായി ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുത്താൽ ഇരട്ടിയായി എന്ത് ചെയ്യും? തരും. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? താഴ്ത്തിക്കൊട്. ആമേൻ. ഇരിക്കുന്ന ഇരിപ്പിൽ ചോദിച്ചു നോക്ക് മനസ്സിനോട്. ആമേൻ. ആത്മാവ്, കർത്താവേ, ഞാൻ ഇന്ന് എത്ര നിമിഷം പ്രാർത്ഥിച്ചു? ഇന്ന് എത്ര നിമിഷം ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു? എത്ര സമയം പ്രാർത്ഥിച്ചു? എത്ര അധ്യായം വായിച്ചു? ആമേൻ. എത്ര നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി? സ്തോത്രം. ദൈവത്തോടൊന്ന് ചോദിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. അനന്ത, നമ്മളിന്ന് എവിടെ പ്രാർത്ഥിച്ചു അല്ലേ? നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ചിന്തിക്കണം. സകലത്തെയും ചമച്ചവന് തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് കണ്ടു നിൽക്കാൻ കർത്താവിന് കഴിയത്തില്ല. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ, ആമേൻ, ഹല്ലേലൂയ, പത്മോസിന്റെ ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ 21-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, പണ്ഡിതന്മാർ പറയുന്നു 20 അധ്യായം കൊണ്ട് തീരേണ്ട പുസ്തകത്തെ അടുത്ത് 2 അധ്യായം കൊടുത്തു. കാരണം 20 അധ്യായം ഇപ്പോൾ ഈ പുസ്തകം തീരേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് 2 അധ്യായത്തിനകത്ത് വന്ന ആ 21-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ആത്മാവിൻ്റെ ഉണർവ് അതിനകത്ത് വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനകത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം, അതല്ലേ ഏറ്റവും ആവശ്യം അല്ലേ നമ്മുടെ ജീവിതത്തിൽ? അല്ലേ അനിൽ അഭിഷത്തിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം എന്താ? ആമേൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു അകമൊഴിഞ്ഞ ബന്ധം, അതാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് സ്ഥലത്തായിരുന്നാൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ടാവും. ഒന്ന് വായിച്ചേ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ആ അധ്യായത്തിലേക്ക് ഒന്ന് വരാം, ഒന്ന് വായിച്ചേ. ആമേൻ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 2-3, 3-4. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. യെസ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. യോഹന്നാൻ കാണുന്ന വെളിപ്പാടാ. ഇന്ന് രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ.
നിന്റെ കൂടെ ഇരുന്ന് അല്പം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെടുകയാണോ? എന്റെ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ല, എന്നോട് കൂടെ ഒന്ന് ഇരിക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, ആമേൻ, സ്തോത്രം, സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം, ഒരു മഹാശബ്ദം, ഒരു ശബ്ദമല്ല മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. കണ്ടോ? അപ്പൊ ഒറ്റയ്ക്കിരിക്കുന്നവന്റെ കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരും. ആരോ എന്തോ പറയട്ടെ, ദൈവം ഇറങ്ങി വരും നിന്റെ കൂടെ. സ്തോത്രം. ആമേൻ. ഒരു മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ ചില നിമിഷങ്ങൾ മാത്രം. അതിനപ്പുറത്ത് ആമേൻ ദൈവമാണ് നമ്മെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും 5 ദിവസം കിടന്നു നോക്കണം, ആരെങ്കിലും കാണുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ 2-3 ദിവസം കിടക്കണം. ഹല്ലേലൂയ. അതുവരെ നമ്മോട് കൂടെ സംസാരിച്ചവർക്ക് സമയം കാണത്തില്ല, അവർക്ക് തിരക്കായിരിക്കും, അവർക്ക് ബിസി ആയിരിക്കും. പിന്നെ അവർ പറയും അങ്ങോട്ട് പോകാൻ പാടില്ല, യൂറിയന്റെ സ്മെല്ല്, മെഡിസിന്റെ സ്മെല്ല്. എനിക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയാം, നിന്റെ കൂടെ ഞാനുണ്ടെന്ന്. യേശു പറയുന്നു, നിന്റെ കൂടെ ഞാൻ ഇരിപ്പുണ്ട്. ഒരു മഹാശബ്ദം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വസിക്കും. സക്കായിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. സക്കായിയെ, എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് ഒരു നിമിഷം അത്താഴം കഴിക്കണം. സ്തോത്രം. എനിക്കൊന്നിരുന്ന് അത്താഴം കഴിക്കണം, നിന്റെ കൂടെ ഇരിക്കണം. എല്ലാവരും പറഞ്ഞു, ഇതാരാ? ഭയങ്കര അത്ഭുതം ചെയ്യുന്ന യേശു. ഇത്രയ്ക്ക് വിവരമില്ലാത്തതാണോ? അവന്റെ കൂടെ പോകുന്ന ചുങ്കം പിരിക്കുന്നവന്റെ കൂടെ. ഹല്ലേലൂയ. അവന്റെ കൂടെ സംസാരിക്കുന്നുണ്ടോ? അവന്റെ വീട്ടിൽ പോകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയാ. കർത്താവ് നോക്കിയത് അവന്റെ പുറത്തെ പ്രൗഢിയല്ല, കർത്താവ് നോക്കി അവന്റെ അകത്ത്. ഹല്ലേലൂയ. നമ്മുടെ പുറമേ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ചിലപ്പോൾ വേദനിപ്പിച്ച് മാറ്റി നിർത്തും. പക്ഷെ നിന്റെ അകമറിയുന്ന ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഒരുത്തൻ ഈ രാത്രി ജയം പ്രാപിച്ചവനായി നിന്റെ കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടെ ഇരുന്ന് സംസാരിപ്പാൻ, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ, നിന്റെ ആവശ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി നിന്റെ കരത്തെ പിടിച്ച് നടത്തുവാൻ, നിന്റെ ഹൃദയങ്ങളെ തണുപ്പിക്കുവാൻ ഒരുത്തരിന്ന് രാത്രി രാജ്യത്വം പ്രാപിച്ച് നിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ ഒന്ന് പിടിച്ചോ. ഹല്ലേലൂയ. അതിന് യാക്കോബിനെ സമ്മതിക്കണം. ഹല്ലേലൂയ. യാക്കോബിനെ സമ്മതിക്കണം. യാക്കോബ് ഇതെല്ലാം പ്രാപിച്ച്, അനുഗ്രഹമെല്ലാം പ്രാപിച്ച് അവൻ തിരിച്ച് അവന്റെ ഭാര്യമാരും ദാസന്മാരും മക്കളും പൊന്ന് വെള്ളി തുടങ്ങിയ എല്ലാം കൂടെ കൊണ്ട് വലിയൊരു സന്നാഹമായി അവൻ വരുന്ന വഴിയിൽ അവന് മനസ്സിലായി, ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോകത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ ഈ നിൽക്കുന്ന 10,000 പേരുണ്ടെങ്കിലും ഇതിലൊന്ന് ശക്തന്മാരാണെങ്കിൽ പോലും എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഇതൊന്നും നിൽക്കത്തില്ല. കാരണം അവൻ 500 കിലോയുള്ള പോത്തിനെയൊക്കെ വേട്ടയാടി ഒറ്റയാടിക്ക് താഴെ ഇടുന്നവനാ. ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയിക്കൊണ്ട് വന്ന് വേട്ടയാടി അപ്പന് ഇറച്ചു വച്ച് കൊടുക്കുന്നവനാ. അതുകൊണ്ട് ഈ സന്നാഹമൊന്നും അവന്റെ മുമ്പിൽ വില പോകത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഹല്ലേലൂയ. ഈ സന്നാഹമൊന്നും, ഈ നിൽക്കുന്നവരൊന്നും, എന്റെ ഉപ്പും ചോറും തിന്നവരൊന്നും എന്റെ ഏട്ടന്റെ മുൻപിൽ വരത്തില്ല. അത് ആരെക്കാളും നല്ലവണ്ണം യാക്കോബിന് അറിയാം. യേശുവിന്റെ നാമത്തിൽ ദൈവമൈതലേ, നിന്റെ അടുത്ത് വരാൻ പലരും മടിക്കുന്ന കാര്യം എന്നറിയാമോ?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ തൊടാൻ പലരും മടിക്കുന്ന കാര്യം എന്നറിയാമോ? നിന്നിൽ വ്യാപരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാ, ലോകത്തെ കീഴ്മേൽ മറിച്ചവനാ. അതുകൊണ്ടാ പലപ്പോഴും നിന്നെ ഒരു ശക്തിക്കും അടക്കാൻ കഴിയാത്തത്, ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്തത്, ഒരു ശക്തിക്ക് നിന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒറ്റ കാര്യം, ലോകത്തെ ജയിച്ചവന്റെ ശക്തി നിന്റെ മേൽ പകരുന്നത് കൊണ്ടാ ഇന്ന് രാത്രിയിലും ഉണ്മയോടെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ശുഡവനരഗത ശംഭവരാജകൽക്കനാദി. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവകുഞ്ഞെ യാക്കോബ് ഒരു കാര്യം ചെയ്തു. എല്ലാവരും മറുകര കടത്തിയിട്ട് ആ അഹവ ആറ്റിന്റെ കരയിൽ വച്ച് ദൂതനുമായി ഒരു മൽപ്പിടുത്തം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൂതനുമായി മൽപ്പിടിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണോ? ഹല്ലേലൂയ. ഈ രാത്രി ആമേ സ്തോത്രം കഴിയും മുൻപേ നിന്റെ വിഷയത്തിന് മറുപടിയാ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഈ രാത്രിയിൽ ആമേ കർത്താവ് പറയുന്നു, നീ ദൂതനുമായി മൽപ്പിടിക്കാൻ തയ്യാറാണോ? എങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടിയാണ്. 1000 പേര് കയറി കുറുകെ നിന്നാലും ആമേ യാക്കോബിന് അറിയാം, എന്റെ ഏട്ടന്റെ ബലം എനിക്കറിയാം. അങ്ങനെയെങ്കിൽ പറ, എന്റെ പിതാവിന്റെ ബലം എനിക്കറിയാം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബും ദൂതനുമായി മൽപ്പിടിച്ചു. ഇന്ന് രാത്രി മൽപ്പിടിക്കാൻ തയ്യാറാണോ? സമർപ്പിക്കാൻ താഴുവാനും തയ്യാറാണോ? വാഴ്ത്തത്വങ്ങൾ ഇന്ന് രാത്രി നിനക്ക് പ്രാപിപ്പാൻ മനസ്സുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുക, നീ താഴാൻ ഇന്ന് രാത്രി ഒന്ന് മനസ്സ് വച്ചാൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് താഴുവാൻ ചിതറിക്കിടക്കുന്ന 12 ഗോത്രത്തോടും യാക്കോബ് വിളിച്ചു പറയുന്നു, താഴ്. ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊട്. ഇതൊന്നുമല്ല, നീ ഒന്ന് താഴ്ത്തിയാൽ ഈ കണ്ടതിനേക്കാൾ 1000 മടങ്ങ് നിനക്ക് തരാൻ ഞാൻ ശക്തനാണ്. 1 2 അല്ല കേട്ടോ, 1000 മടങ്ങ്. ഉടബൽക്കമന ജൂഡബനാരകൽക്കനാദി. ഹല്ലേലൂയ. 1000 മടങ്ങ് ആമേൻ തരാൻ ദൈവശക്തനാ. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് താണ് കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതിയെന്നേ. സ്വർഗം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ശമനപരകതുരി. ഹല്ലേലൂയ. അതല്ലേ പലപ്പോഴും മരണം വരെ നമ്മെ വിട്ട് ഓടിക്കളയുന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2026 നീ കേറത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ചപ്പോഴും വചനം അതല്ലേ പറയുന്നേ? ഹല്ലേലൂയ. വാദിച്ച് കെട്ടിയപ്പോഴും നിനക്ക് പകരം ജാതികളെ എടുത്തൊരു ദൈവമുണ്ടെന്ന് രാത്രി കേട്ടോ. നിനക്ക് പകരം ജാതികൾ എടുത്തൊരു ദൈവമുണ്ട് കേട്ടോ. പലപ്പോഴും പറയുന്നു, അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ, വാഴ്ത്തങ്ങൾ നിറവേറുന്നില്ലല്ലോ, ആലോചനകൾ നടക്കുന്നില്ലല്ലോ, എന്താ നിവർത്തീകരിക്കാത്ത, എന്താ കാര്യം? കർത്താവിന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തിക്കൊട. എന്നാൽ കൃത്യമായി നിന്നെ ഉയർത്തുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മുൻപിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ആമേ സ്തോത്രം. ഈ മീറ്റിംഗ് ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മിറക്കിൾ ഇന്ന് രാത്രി കർത്താവ് അയക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? ആമേ 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഒരു ദൂത് അതിനകത്തുണ്ട്. 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1-7. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ആമേൻ. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നത് പോലെ. ഹല്ലേലൂയ. പലപ്പോഴും പലരും പല ഞെരുക്കങ്ങളിലും നമ്മൾ കൂട്ടാളികളാണ്. സ്തോത്രം. അല്ല, വേണ്ട ആവശ്യത്തിനെ നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ വിഷയത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ക്ഷീണിക്കണ്ട കേട്ടോ. നിങ്ങളുടെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ ആമേൻ സ്തോത്രം, നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട. സ്തോത്രം, നിങ്ങൾ കരയേണ്ട കേട്ടോ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ പറയുമ്പോൾ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. നല്ല ഡോക്ടർമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ഡോക്ടർമാർ, ആമേൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആമേൻ സ്തോത്ര വ്യക്തികളെ കാണുമ്പോൾ ആമേൻ അവരൊക്കെ നിലവിളിച്ചും കരഞ്ഞും കൊണ്ടുവരും. ആമേൻ ഡോക്ടർ പറയും പേടിക്കണ്ട, 2 മിനിറ്റ് ആമേൻ നിങ്ങളുടെ കണ്ണുനീരെല്ലാം മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർക്ക് അറിയാം, കൈ പിടിക്കുമ്പോൾ തന്നെ ആള് മരിച്ചിട്ട് മണിക്കൂറുകളായി. പക്ഷേ ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശം ഉണ്ടോ, നിങ്ങൾ ആരും കരയണ്ട. ആമേൻ, നിങ്ങളിവിടെ എത്തിച്ചല്ലോ, നിങ്ങൾ ആരും കരയണ്ട. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്ര കരച്ചിലും അവിടെ അങ്ങ് അടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ആമേൻ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആമേൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു വാക്ക് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യരുത്, ആമേൻ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ, ആമേൻ, എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ. ആമേൻ, നോയിക്കേ. അപ്പോൾ തളർന്നിരിക്കുന്നവനൊരു കൈ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവൻ കയറി വരും. പ്രൈസ് ദി ലോർഡ്. വേദനിച്ചിരിക്കുന്ന വ്യക്തിക്കൊന്ന് കൈ കൊടുത്ത് ആമേൻ അഭിഷക്തനെ നിങ്ങൾ ഭാരപ്പെടണ്ട എന്ന് പറയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ആമേൻ ആ വ്യക്തി കുടുംബമായിട്ട് ആമേൻ ജീവിക്കാനുള്ള ആർത്തിയിലേക്ക് അവർ കുതിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാര്യം ഇതാണ്, ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുന്ന ദൈവ കുഞ്ഞ്, ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിനകത്ത് അത്താഴം കഴിക്കാൻ വരുന്നു. ഹല്ലേലൂയ. കർത്താവ് അങ്ങോട്ട് ചോദിക്കും മുമ്പേ തന്നെ സക്കായി പറഞ്ഞൊരു കാര്യം മനസ്സിലായോ? ഞാൻ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. കർത്താവ് ഒന്നും പറഞ്ഞില്ല. സ്തോത്രം, ഒന്നും പറഞ്ഞില്ല. ആമേൻ. യേശു കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല അവരോട്, എനിക്ക് നിന്നോട് കൂടി കുറച്ച് നേരം ഇരിക്കണം, അത്താഴം കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അതിനകത്തെല്ലാം ഒരുക്കമായി. എപ്പോഴും അവൻ്റെ വീട്ടിനകത്ത് ഒരു 100 പേര് പോയാലും ആഹാരമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് നോക്കിയപ്പോൾ അവനെല്ലാം ഉണ്ട്, പക്ഷെ എന്താ ഇല്ലാത്ത? രക്ഷ. പ്രൈസ് ദി ലോർഡ്. എല്ലാം അവന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ രക്ഷയുടെ ദൂതുമായി ഇതുവരെയ്ക്കും അവന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. ആമേൻ. ഈ 2026 ആമേൻ നീ രക്ഷയുടെ ദൂതുമായി ചില ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ, അത് ചില വ്യക്തികൾക്കൊരു വിടുതലായി പരിണമിക്കും. സ്തോത്രം. ചില വ്യക്തികൾക്കൊരു വിടുതലായി ഇന്ന് രാത്രി പരിണമിക്കുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ ദൈവ പൈതലേ? ആ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ആമേൻ. യേശു കർത്താവ് അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കി അവന്റെ വീട്ടിൽ ചില മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോൾ അവനും അവന്റെ കുടുംബവും കർത്താവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയുകയാണ്, നിന്റെ കുടുംബത്തിനകത്തുള്ള എന്താണെന്ന് അറിയുന്നത്, നിന്റെ ഹൃദയത്തിനകത്തുള്ള എന്താണെന്ന് അറിയുന്നത് ഈ ലോകത്തിലെ വ്യക്തികളല്ല, ലോകത്തെ ജയിച്ച യേശു കർത്താവിന്റെ കരങ്ങൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിതറിക്കിടക്കുക, ഒന്നിനോടൊന്നൊരിക്കലും ഒരു ആമേൻ സ്തോത്ര യോജിപ്പില്ലാതെ ചിതറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാ. അങ്ങനെയല്ലേ ചിതറിയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അംഗീകരിക്കത്തില്ല, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അംഗീകരിക്കത്തില്ല. ഇവർ രണ്ടുപേരും പറഞ്ഞ് അംഗീകരിക്കാത്തതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം വയ്ക്കുന്നത് കൊണ്ട് തലമുറകളും അംഗീകരിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതേപോലെ 12 ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാക്കുവാദം ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം, ഇവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ വേണമല്ലോ. സ്തോത്രം. സ്വർഗം ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് പോലും ഇവർ യോജിച്ചു പോകാതിരിക്കുമ്പോൾ ദൈവനീതി വെളിപ്പെടുവാൻ കഴിയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവ പൈതലേ, അഹരോനും കൂരും
മോശയുടെ കൈ ഉയർത്തി നിർത്തിയപ്പോൾ ആ താഴ്വരയിൽ വിടുതൽ. ഇന്ന് രാത്രി ചിലത് ഉയർത്തി നിർത്ത ചില മേഖലയിൽ ദൈവം നിന്റെ കരത്തെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം നിന്റെ കരത്തെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ നീ പിറകിലോട്ട് വലിക്കണ്ട. നിന്നിൽ കൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് ദൈവം ഇന്ന് രാത്രി ചില കുടുംബത്തെ നോക്കി വിളിച്ചു പറയുന്നു. സ്തോത്ര. നിന്റെ കരം ഉയർന്നിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ചില കണ്ണുനീരുകൾ മാറുന്ന രാത്രി. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്കുള്ള ദൂതാ കേട്ടോ, വേറെ ആർക്കുമുള്ളതല്ല. സ്തോത്രം. ആമേൻ. നോയിക്കേ. ആമേൻ. ഞങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ആരാ? കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ. ഇന്ന് രാത്രി കഷ്ടതകൾ വരുമ്പോ ആമേൻ, ഒന്ന് അടുത്തിരിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ ആരും എന്നെ കാണാൻ വരരുത്. സ്തോത്രം. പ്ലീസ്, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ ആരും എന്നെ കാണാൻ വീട് അന്വേഷിച്ച് വരരുത്. സ്തോത്രം. അപ്പോൾ ചോദിച്ചു, എന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളിയായിരിക്കാതെ നിങ്ങൾ തിരക്ക് പിടിച്ച് പോകുമ്പോൾ, ഞാനൊരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾക്കത് സാധിച്ചു തരാൻ കഴിയാതെയും ഞാൻ നിങ്ങളെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ വരാതെയും ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നിങ്ങൾ മരിക്കുമ്പോൾ വരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന് ആവശ്യമുള്ളത് ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, കഷ്ടതയിൽ ഇരിക്കുന്നവരെ ഒന്ന് താങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നമ്മൾ എന്താണോ ദൈവസന്നിധിയിൽ പറയുന്നത് അത് ഉണ്മയോടെ, അത് ഒരു അനുഗ്രഹമായും ഒരു ദൂതായും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് 2 കൊരിന്ത്യർ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ച് 7:10 ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ഒരു ദൂത് പറയുന്നു. വായിച്ച്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പോൾ 2 ദുഃഖമുണ്ട്. ഒന്ന്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ തലയിൽ നിന്ന് ഒരു തലനാരും നിലത്തു വീഴുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവഹിത പ്രകാരമാണോ നീയും ഞാനും ദുഃഖം അനുഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ പേടിക്കുന്നത്? ദൈവഹിത പ്രകാരമല്ലേ. ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? പച്ചമരമായ എന്നോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരമായ നിങ്ങളോട് എത്ര വട്ടം. കർത്താവിനെ വളഞ്ഞിട്ട് കടന്തല് പോലെ കൊട്ടിയില്ലേ ജനമെല്ലാം. ശാസ്ത്രിമാരും മൂപ്പന്മാരും പരീശ്വരന്മാരും ജനമൊക്കെയും അത്ഭുതം പ്രാപിച്ചവരും യേശുവിനെ ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞില്ലേ? പൂതോന്ന് വിളിച്ചില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ജാരസന്തതി എന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. പിന്നെ എന്താ നമ്മളെ? അതിനപ്പുറം അതിൻ്റെ അതില് 100 മടങ്ങ് എന്നെയും നിങ്ങളെയും പറയും. അപ്പോൾ വചനത്തിലേക്ക് വാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അപ്പോൾ എന്താണ് ദൈവഹിതം? അപ്പൊ നമ്മൾ ദുഃഖിക്കുന്നത് ദൈവത്തിന്റെ പ്ലാനാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദുഃഖം ഒരു സമയത്ത് സന്തോഷമാകും കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോ നമ്മൾ ഈ അനുഭവിക്കുന്ന വേദനകളും നമ്മളെല്ലാവരും മാറ്റി നിർത്തുന്ന പകയ്ക്കുന്ന ചില അനുഭവങ്ങളും ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. ശത്രു വിചാരിക്കില്ല ഇതോടെ അവൻ തീർന്നു, ഇതോടെ അവൻ്റെ ആഫീസ് പൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാത്രി അനുഭവിച്ച അനുഭവത്തോടെ നിന്നുകൊണ്ട്
ഈ രാത്രി ആ ദൂത് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ്, അനുതാപം, ആമേ, സ്തോത്രം, ആമേ, വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ആമേ ഉള്ളതാകുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഈ ലോകത്തിന്റെ ദുഃഖമാണെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവന്റെ ദുഃഖമാണെങ്കിൽ, മാനസാന്തരപ്പെടാത്തവന്റെ ദുഃഖമാണെങ്കിൽ, ആമേ, സ്തോത്രം, കർത്താവിന്റെ മേശ എടുക്കാത്തവന്റെ ദുഃഖമാണെങ്കിൽ, അത് ഈ ലോകത്തിനകത്തെന്താണ്? മരണത്തെ ഉളവാക്കുന്നു. എന്തുമാത്രം പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നല്ലേ. ഞാൻ തന്നെ രക്ഷിക്കപ്പെട്ട ശേഷം 4 പ്രാവശ്യം മരിക്കാൻ ആഗ്രഹിച്ചവനാ ഞാൻ. സ്തോത്രം, ഹല്ലേലൂയ. 4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ആളാ ഞാൻ. സ്തോത്രം, ആമേൻ. കർത്താവിനെ അറിഞ്ഞ് വചനം പ്രസംഗിക്കുന്ന സമയത്താ, ആമേൻ, എല്ലാം അടഞ്ഞു, നിശ്ചലമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് അടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേ, കർത്താവ് എന്നറിയാമോ, എല്ലാം അടച്ചു വെച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. ഇനി അടുത്തെന്താ പ്ലാന്? ബന്ധുക്കളെ, ചാർച്ചക്കാരെ എല്ലാവരെയും ഒരുമിച്ചങ്ങ് ഇളക്കി. സ്തോത്രം. എന്തോ കരയും കടലും ഇളക്കി എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങ് ഇളക്കി. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. അത് ദൈവഹിതപ്രകാരമുള്ളതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കഷ്ടത എന്തെന്ന് ഞാൻ അറിഞ്ഞു. മനുഷ്യന്റെ വില ഞാൻ മനസ്സിലാക്കി. ആര് കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ആരെന്നെ സഹായിക്കുമെന്ന് മനസ്സിലാക്കി. ആരെന്നെ ചേർത്ത് പിടിക്കുമെന്ന് മനസ്സിലാക്കി. ആരെനിക്ക് സാമ്പത്തികമായി സഹായിക്കുമെന്ന് മനസ്സിലാക്കി. എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പീരീഡായിരുന്നു. ദൈവഹിതപ്രകാരമുള്ളത്. ദൈവം ഒന്ന് ഉടച്ചു പണിതു. ഒരിക്കൽ ഉടച്ചു പണിതു. 2ാം പ്രാവശ്യം വന്നപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ദൈവം തരുന്നില്ലേ, പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് നമുക്ക് കഴിയാത്ത വേദനകളെ തരത്തില്ല. ആമേൻ. നമുക്ക് വഹിക്കാൻ കഴിയാത്ത വേദനകളെ കർത്താവ് നമ്മുടെ മേൽ തരത്തില്ല. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. എന്റെ ജീവിതത്തിലേക്ക് ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെ വന്നതല്ല, അത് ദൈവഹിതപ്രകാരമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്ലാൻ അല്ലാതെ, ദൈവത്തിന്റെ ശബ്ദമല്ലാതെ ഒന്നുപോലും ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ വരത്തില്ല. അതല്ലേ പൗലൂസ് ദൈവത്തോട് ചോദിച്ചത്, കർത്താവേ, നീ എൻ്റെ രോഗത്തെ മാറ്റുന്നില്ലേ? നീ എൻ്റെ രോഗത്തെ മാറ്റുന്നില്ലേ? നീ എന്തുമാത്രം പ്രാർത്ഥിച്ചു? കർത്താവ് എന്താ പറയുന്നറിയാമോ? നീ നെഗളിച്ചു പോകാതിരിക്കാൻ. ഓ, ആ ദൂത് മനസ്സിലായോ? നീ വെളിപ്പാടിന്റെ ആധിക്യത്താൽ, നീ വെളിപ്പാടിന്റെ ആധിക്യത്താൽ, ആ വെളിപ്പാട് മനസ്സിലായോ? നീ കൃപാവരത്തിന്റെ ആധിക്യത്താൽ നീ പിന്മാറിപ്പോകുമോ? നീ പാപത്തിലേക്ക് പോകുമോ? നീ തെറ്റിലേക്ക് അകപ്പെടുമോ? നീ എന്റെ സന്നിധി വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഹല്ലേലൂയ. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവനോടാ, എടുക്കപ്പെടാൻ ഉള്ളവനോടാ പറയുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷക്തന്മാരെ, എനിക്ക് നിങ്ങളുടെ പേര് പറഞ്ഞ് ദൂത് പറയാൻ ആമേൻ ദൈവാത്മാവ് ആലോചന തരികയാ. നമ്മളിപ്പോ അനുഭവിക്കുന്ന ഈ വേദന ഉണ്ടല്ലോ, ഞെരുക്കമുണ്ടല്ലോ, ഈ നിന്ദയുണ്ടല്ലോ, ഈ പരിഹാസമുണ്ടല്ലോ, ഇതൊക്കെ ദൈവഹിതപ്രകാരം വന്നതാ. ആമേൻ. യോസേപ്പിന്റെ അപ്പൻ മരിച്ചപ്പോഴേ ഒരെണ്ണ ഇല്ലായിരുന്നു. വിളി, യോസേപ്പിനെ വിളി, യോസേപ്പിനെ വിളി, യോസേപ്പിനെ വിളി, യോസേപ്പിനെ വിളി, യോസേപ്പിനെ വിളിക്ക്, അവൻ വരട്ടെ. ഇന്ന് രാത്രി തള്ളിക്കളഞ്ഞവൻ, പൊട്ടക്കുഴിയിലിട്ടവൻ, ചത്തു എന്ന് പറഞ്ഞവൻ, ഇപ്പൊ പ്രൈം മിനിസ്റ്ററാ. എന്റെ വസ്ത്രം അവൻ അഴിച്ചെടുത്തെന്ന് പറഞ്ഞവൻ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ, മീശയും താടിയും തലമുടിയും വളർന്ന് വികൃതമായ രൂപത്തിൽ കിടന്നവൻ, ഹല്ലേലൂയ, സൗന്ദര്യമില്ലാതായവൻ, അവനെ പ്രൈം മിനിസ്റ്ററാക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ തള്ളിക്കളഞ്ഞവനെ ആമെ കൊണ്ടുവാ.
അവൻ നിൽക്കെ ബാക്കിയെല്ലാத்தைയും അനുഗ്രഹിക്കാൻ പോയ ഞാൻ അനുഗ്രഹിക്കാൻ പോയ ദൈവവൈദ്യരെ എന്താ വിചാരിച്ചേ? എന്നും കഷ്ടതയാണെന്നോ, എന്നും വേദനയാണെന്നോ, എന്നും നിന്ദയാണെന്നോ, ദൈവം അറിയാതെ വന്നെന്നോ? ഇല്ല, ദൈവം അറിഞ്ഞു വന്നതാ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ, വടക്കേണ്ടിൽ ഏതോ ഒരു സ്ഥലത്താ 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച ഗുരുനാഥന്റെ നെഞ്ചിന്റെ പൂട്ടിനെ ഇടിച്ച് കളയി കളഞ്ഞു. നിങ്ങളാരും കണ്ടോ ആ വീഡിയോ? ആരും ആ വീഡിയോ കണ്ടായിരുന്നു? ആമേൻ. പ്രൈസ്. വടക്കേണ്ടിൽ ഏതോ ഒരു സ്കൂളിനകത്താ ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു അധ്യാപകന്റെ നെഞ്ചിനെ ഇടിച്ച് തകർത്ത് കളഞ്ഞു. ആമേൻ. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, അവനെ പഠിപ്പിച്ച് അവന്റെ പേരെഴുതാൻ മാത്രമല്ല, അവന്റെ സകല കാര്യത്തിനും കൂടെ നിന്ന് അദ്ദേഹത്തിന് ഡിഫിൻ ബോർഡ്സ് വരെ അവന് കൊടുത്ത്, അവനെ പഠിച്ച്, അവന് വെള്ളവും കൊടുത്ത്, അവന് ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത്, അവന്റെ ഫീസും ആരും അറിയാതെ ഈ അധ്യാപകൻ അടച്ച് അവനെ ഇത്രയും പഠിപ്പിച്ച് കൊണ്ടുവന്ന അധ്യാപകന്റെ നെഞ്ചിൽ ഇടിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്ക്. ഹല്ലേലൂയ. ഇത്രയും അത്ഭുതം ചെയ്ത, മുടന്തനെ സൗഖ്യമാക്കിയ, രക്തസ്രാവക്കാരിയെ സ്ത്രീയെ സൗഖ്യമാക്കിയ, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ, ആമേൻ, മരിച്ചവനെ ഉയർപ്പിച്ച, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ, ആമേൻ, സകലത്തിന്റെ മേലും അധികാരമുള്ള കർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്നത് ചേർത്ത് പിടിച്ചവനും, ആമേൻ, പാദം കഴിയവനുമായ യൂദ പറഞ്ഞു, ഇവൻ തന്നെ. ഇന്ന് രാത്രി ദൈവനീതി വെളിപ്പെടാൻ പോകയാ. ഷുഡമനരഗതന വൈഡകരഗതുനി വേദകരാജകൽഖന വൈഡപ്രൗഢപരം ധുനി. ഹല്ലേലൂയ. നീ എവിടെ നീതി പ്രവർത്തി ചെയ്യുമോ, നീ എവിടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുമോ, നീ ചെയ്യുന്ന 100 നീതി പ്രവർത്തികളെ ഒറ്റ വിഷയം കൊണ്ട് കലക്കിക്കളയും. അത് ശത്രുവിന്റെ തന്ത്രമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവത്തെക്കാൾ ഒന്നിനെ നീ ആരാധിക്കരുത്, ദൈവത്തെക്കാൾ ഒന്നിനെ നീ വണങ്ങരുത്, ദൈവത്തെക്കാൾ ഒന്നിനെ നീ വലിയ ആളെന്ന് കാണരുത്. ദൈവമാണ് സകലത്തിനും സർവത്തിനും യോഗ്യനായ ഒരുത്തൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളൊന്നും വേലയില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതല്ല ഈ ബൈബിൾ എടുത്തുകൊണ്ട്. ഹല്ലേലൂയ. ഇത് വേണ്ട എന്ന് ഇതിനെ വലിച്ചു കയറി കത്തിച്ച്, ആയിരങ്ങളെ കത്തിച്ച്, പാസ്റ്റർമാരെ അടിച്ച്, ഒരു വ്യക്തിയെ പോലും റോട്ടിൽ നടക്കാൻ കഴിയാതെ ചാണകം കൊണ്ട് നടന്നൊരു സമയമുണ്ടായിരുന്നു ദൈവവേദലേ. സ്തോത്രം. നല്ല ജോലിക്കകത്തുനിന്ന് കർത്താവ് പിടിച്ച് കർത്താവിന്റെ വചനമേൽപ്പിച്ചു. ഹല്ലേലൂയ. തട്ടിക്കളഞ്ഞു. കർത്താവിന്റെ ഹിതം ഞാൻ പ്രസംഗിക്കുന്നവനാണെങ്കിൽ കർത്താവ് എന്നെ പിടിക്കും. ഇതിനകത്ത് ദൈവവചനത്തിലെ നീ ദൈവവചനം പ്രസംഗിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എവിടെ പോയി മാളത്തിൽ ഒളിച്ചാലും നിന്നെ കർത്താവ് പൊക്കി പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ നീതിയാ. ദൈവം താണുകൊടുക്ക, അവൻ നിന്നെ ഉയർത്തും. നിന്റെ പ്രവൃത്തി അറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നറിയാമോ അധ്യാപകന്റെ കാര്യം പറഞ്ഞേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു ചർച്ചിനകത്ത് വെച്ച് എല്ലാവർക്കും സൺഡേ സ്കൂളിൽ നല്ല പ്രൈസ് കൊടുത്തപ്പോൾ എല്ലാവരും വലിയ ചരിവും പുട്ടുകുറ്റിയും വലിയ വാർപ്പും അണ്ടാവും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കൊരു ചെറിയ ഒരു പ്ലേറ്റ്, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു 140 വിലയുണ്ട് ഈ സാധനം. ഇതിനേക്കാളും ഇത്രേ കാണത്തുള്ളൂ. അത് ഇതിനേക്കാളും ലോയിലൊരു പാത്രം എനിക്ക് തന്നു സൺഡേ സ്കൂളിന്. എനിക്കത് നാണക്കേടായി. സ്തോത്രം. ആ പാത്രം തന്ന ആളിനെ വലിച്ചെറിഞ്ഞിട്ട് ആലയത്തിൽ നിന്നിറങ്ങി ഓടിയൊരു അവസരം ഞാനിരുന്ന് ചിന്തിച്ചു. സ്തോത്രം. ആ സാറിൻ്റെ കണ്ണീന്ന് വന്ന കണ്ണീരുണ്ടല്ലോ. സ്തോത്രം. വേറൊന്നുമല്ല പറഞ്ഞേ, നീ ഒരു സമയത്ത് ആയിരങ്ങൾക്ക് ഇതുപോലെ നീ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആയിരങ്ങൾക്ക് നീ ഇതുപോലെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരാപ്പാ? ദൈവം ആരാ? ദൈവം ആരാ? ആമേൻ. എനിക്ക് പെട്ടെന്ന് അത് ഒത്തിരി പ്രാവശ്യം ആ വീഡിയോ കണ്ടു. ഒത്തിരി പ്രാവശ്യം കണ്ടു. ഇന്ന് മൊത്തം ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ആ വീഡിയോ കണ്ടു. കാരണം ആ അധ്യാപകന്റെ കണ്ണുനീര്. സ്തോത്രം. എവിടെ പോയാലും ആ പയ്യൻ രക്ഷപ്പെടത്തില്ല. കാരണം
ഗുരുനാഥനെ ആമേൻ അടിച്ച ആരും അങ്ങനെ വലുതായിട്ടൊന്നും മുമ്പിൽ വന്നിട്ടില്ല. സ്തോത്രം. ആമേൻ. അതിനെ പ്രതികരിച്ച് ആയിരങ്ങളാണ് സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത്, ആയിരങ്ങൾ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അഭിഷക്തന്മാരെ, ആമേൻ, അന്നെൻ്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തത് കർത്താവിനെ പല ഘട്ടം എന്നെ കർത്താവ് ശിക്ഷിച്ചു, പല ഘട്ടം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്നാൽ അന്ന് ആ ഒരു സൺഡേ സ്കൂളിൽ ആമേൻ അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, ആ വാക്ക് പലപ്പോഴും ഞാൻ പല വേദിയിൽ കയറി സമ്മാന ദാനം ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇന്ന അവസ്ഥ എനിക്ക് വന്നു എന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു വാക്യം കൂടെ വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ആമേൻ. യേശു പറയുക, നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ കരഞ്ഞ് വിലപിക്കും. ഓ സ്തോത്രം. ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കും. എടാ, ഇന്നലെ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ എന്തിനാ അവർ കരയുന്നേ? യേശുവുള്ള പടകിലെ തിരമാല അടിക്കൂ, യേശുവുള്ള പടകിലെ കാറ്റടിക്കൂ. ഇന്ന് രാത്രി മറന്നു പോകരുത്, യേശുവിനെ കൊണ്ട് നടക്കാൻ ഇത്തിരി പാടാപ്പ. ഈ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ചെങ്കിൽ ഇത് കൊണ്ട് നടക്കാൻ പാടാ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നു ഷാജി പാസ്റ്റർക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലെന്നാണോ? ചെണ്ട പോയി മത്രത്തോട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സ്ഥിതി. സ്തോത്രം. ചെണ്ട പോയി പറഞ്ഞത് ചെണ്ടയ്ക്ക് ഒരു സൈഡ് ആടി, ഞങ്ങൾക്ക് കിട്ടുന്ന അടിയുണ്ടല്ലോ 2 സൈഡുവാ. ഹല്ലേലൂയ, ആമേൻ. 2 സൈഡൊന്നും അടി. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി കേൾക്ക്, ആമേൻ, സ്തോത്രം, ആമേൻ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ദൈവസന്നിധിയിൽ നിങ്ങൾ കരഞ്ഞ് വിലപിക്കുമ്പോൾ ലോകം സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുമെന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം എന്ത് ചെയ്യാൻ പോകുന്നു? സന്തോഷമായി തീരാൻ പോകുന്നു. നിങ്ങളുടെ ദുഃഖം ഇന്ന് രാത്രി സന്തോഷമായി തീരാൻ പോകുന്നു. ഫിലിപ്പിയർ 4:4 വിളിച്ചു പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. മനുഷ്യരുടെ മുൻപിലല്ല, കർത്താവിന്റെ മുമ്പിൽ താഴുവീൻ, അവന്റെ മുമ്പിൽ സന്തോഷിപ്പീൻ. അവനല്ലോ നമ്മെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. സുഡബനരഗത ശംഭവരാജകൾ കനാദി. കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ദുഃഖം വരുമ്പോൾ സന്തോഷിക്കണം, വേദന വരുമ്പോൾ സന്തോഷിക്കണം. നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവർ നമ്മെ തിരിഞ്ഞ് അനാവശ്യം പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ, ആമേൻ. അവർ നമ്മെ അടിക്കാൻ പിടിക്കുമ്പോൾ സന്തോഷിക്കണം. അവർ നമുക്കെതിരെ വാളോങ്ങുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കർത്താവ് ഒരു പുഞ്ചിരിയോടെ അല്ലേ മുൾക്കിരീടം തലയിൽ അടിച്ച് താഴ്ത്തിപ്പെടുത്തുന്നത്? ഒരു പുഞ്ചിരിയോടല്ലേ? കുഴപ്പമില്ല, കർത്താവിന് വേണ്ടിയല്ലേ. നിന്നോ. ഇന്ന് രാത്രി ലോകം സന്തോഷിക്കുമ്പോൾ നീ കരഞ്ഞോ? നിനക്ക് കിട്ടിയത് കരച്ചിലിന്റെ ആമേൻ വരമാണെങ്കിൽ കരഞ്ഞോ? എന്താ വചനം പറയുന്നേ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ പറ 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 അഭിഷക്തന്മാരെ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുകയാണോ? ആർപ്പോടെ നീ കൊയ്യും. 2026 നീ കൊയ്തെടുക്കും. ആർപ്പോടെ നീ കൊയ്യും. കണ്ണീരോടെ വിതയ്ക്കുകയാണോ? ആർപ്പോടെ കൊയ്യും. എനിക്ക് കഷ്ടത വേണ്ട, എനിക്ക് കണ്ണീര് വേണ്ട, എനിക്ക് വേദന വേണ്ട, എനിക്ക് പട്ടിണി വേണ്ട, എനിക്ക് നഗ്നത വേണ്ട, എനിക്ക് വാള് വേണ്ട, എനിക്ക് ബുദ്ധിമുട്ട് വേണ്ട, എനിക്ക് സഹാരങ്ങൾ വേണ്ട, എനിക്ക് വഴക്കുകൾ വേണ്ട, എനിക്ക് പ്രശ്നങ്ങൾ വേണ്ട. ഇല്ല, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ വരും. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വരും. അവിടെ ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊട്. കർത്താവേ,